ഉള്ളു. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാര്യം നമ്മുടെ കുഞ്ഞമ്മ തിരിച്ച് മസ്കറ്റിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. രാവിലെ തന്നെ ഇതിപ്പം ഒരു 2-2:30 സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായ ഒരു ദിവസം കൂടെയാണ്. നമ്മളെല്ലാവരും റെഡിയായി സെറ്റായി നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ ഒരാൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യം ആൾ പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് ചാടി കയറുകയാണ് ഉണ്ടായത്. കാര്യം ആൾ വൈഫിൻ്റെ വീട്ടിലെവിടെ പോയിട്ട് വന്ന സമയത്ത് ഉറങ്ങി വണ്ടിയിൽ നിന്ന് വീണെന്നൊക്കെയാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ശരിക്കും നമുക്ക് ഇപ്പോഴും അറിയില്ല. സത്യം പറഞ്ഞാൽ ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇറക്കി വിട്ടേക്കൂ, ഞാൻ ഡോക്ടറെ കയറി കണ്ടോളാം. പക്ഷെ നമുക്ക് ആളെ അങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ സത്യം ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. ആരെയും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ആരും എടുക്കുന്നുണ്ട്. അവസാനം നമ്മൾ പോലീസിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിനെ ആംബുലൻസ് നമ്മൾ മാറി മാറി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിളിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ പുനലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളെ വീട്ടിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഹോസ്പിറ്റലിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. ആൾ നമുക്ക് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാര്യം അതിൽ നമ്മൾ വിളിച്ചിട്ടില്ല. പക്ഷേ ആൾ സത്യമാണോ നമ്പർ തന്നതെന്ന് പോലും നമുക്കറിയില്ല. കാര്യം ആൾ വീട്ടിലെ കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ടും ആൾ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയാളുടെ നമ്പറാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്. കാര്യം ആക്സിഡൻറ്റ് വണ്ടി എവിടേക്കോ മറിഞ്ഞെന്നാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോണും പേഴ്സും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ടായിരുന്നു ആളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ വീട്ടിലെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ആൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറ്റി വിട്ടിട്ടാണ് നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നത്. നമ്മളീ പോകുമ്പോഴെല്ലാം ആളുടെ കാര്യമുണ്ടോ നമ്മളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അയാൾ എങ്ങനെ വീണു, അപ്പം അയാൾ പറഞ്ഞതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നൊന്നും നമുക്കറിയില്ല. കാര്യം ആൾ പക്ഷേ എന്തായാലും ആക്സിഡൻ്റ് ആയിട്ട് ആണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും കണ്ടാൽ തന്നെ. അപ്പോൾ ആൾ എങ്ങനെയാണ് വീണത്, ആൾ എവിടെ നിന്നാണ് വന്നത്, അപ്പം പുന്നല ഭാഗത്തു നിന്ന് എന്തോ ആണെന്ന് തോന്നുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അതൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു എണ്ണ അടിക്കാൻ വേണ്ടി. അത്യാവശ്യം നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞമ്മ നല്ല വിഷമത്തോടാണ് കേട്ടോ ഇരിക്കുന്നത്. കാര്യം ഈ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് ആൾ ചിരിച്ച് കാണിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗമൊക്കെ എത്താറായപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ മഴയായിരുന്നു. കുറച്ചധികം ദിവസമായിട്ട് എവിടുന്നാന്ന് എനിക്കറിയില്ല കുപ്പിവളകളൊക്കെ ഇടാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുപ്പിവിളകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടാറുണ്ടായിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. പിന്നെ അങ്ങനെ കുപ്പിവിളകളൊന്നും ഞാൻ അങ്ങനെ ഇടൽ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് കാണാനും ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളകൾ. അപ്പോൾ ഞാൻ അടിപൊളി കുപ്പിവള, എങ്ങനെയാണ് കുപ്പിവള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ കുപ്പിവളയുടെ കളറൊക്കെ ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല പാട്ടുകൾ, കുഞ്ഞമ്മ ശരിക്കും നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് കേട്ടോ. അടിപൊളിയായിട്ട് പാട്ട് പാടും. അപ്പം നമ്മൾ വണ്ടിയിൽ ഇട്ടേക്കുന്ന പാട്ട് തന്നെ കുഞ്ഞമ്മ നമുക്ക് പാടി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ ആ പാട്ടൊന്ന് ആഡ് ചെയ്യാത്തത്. തൊട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് നമ്മൾ ശരിക്കും എയർപോർട്ട് എത്തിയത് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ വെളുപ്പിനെയായിരുന്നു കേട്ടോ, രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പം 6 മണിക്ക് മുന്നേ തന്നെ അകത്ത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ തന്നെ നന്ദനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര സങ്കടമാവുന്നത് എയർപോർട്ട് അടുക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷമം നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ച് ദിവസം കൂടെ കൂടുതൽ നിന്നിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ എത്രയായാലും അവർക്ക് ജോലി ആയിട്ട് നമുക്ക് തിരിച്ച് പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യങ്ങളൊക്കെ പറയാനായാലും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കരയരുതെന്ന് വെച്ച് നമ്മൾ അടക്കി പിടിച്ച് വിഷമമെല്ലാം അടക്കി പിടിച്ച് നിന്നാലും നമ്മൾ എയർപോർട്ട് എത്താറാകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ കണ്ണങ്ങ് നിറഞ്ഞു പോവാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി. അപ്പം ഇപ്പം തന്നെ കുഞ്ഞമ്മയുടെ കണ്ണെല്ലാം നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ചിരിയിൽ തന്നെ ശരിക്കും എല്ലാം മറക്കാണ്. നമ്മൾ വിഷമങ്ങളൊന്നുമില്ലാതെ അതിൽ നല്ല സന്തോഷത്തോടെ പോകാൻ വേണ്ടിയിട്ട് ശരിക്കും എത്രയായാലും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലോ തിരിച്ച് കൊണ്ടാക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞമ്മ ഒരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഈ വട്ടം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം ഓരോ കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് കേട്ടോ. എനിക്കും കണ്ണൊക്കെ നിറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് കുഞ്ഞമ്മ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയില്ല എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1 മാസം എന്നൊക്കെ പറയുമ്പോൾ 1 മാസം ഇല്ലായിരുന്നു. പക്ഷേ ആ ദിവസം വന്നു തൊട്ട് പിന്നെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ അത്രയും ദിവസം അങ്ങ് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മയ്ക്കുണ്ട് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ എന്തായാലും ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങളെന്തായാലും ജസ്റ്റ് കയറി ചെക്ക് ചെയ്തിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എല്ലായിടത്തും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അവൾ പൊട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ഐഷുനും അന്തരിക്കൊക്കെ കെട്ടിപ്പിടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മാസം 1 വർഷം കഴിഞ്ഞിട്ടുള്ള എടുത്തു. ഒട്ടുമിക്ക സമയത്തും പിന്നെ തന്നെയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകാറ്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിന് മുന്നേ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് വീണ്ടും നമ്മൾ കുഞ്ഞിനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുഞ്ഞിമ്മയുടെ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അതുപോലെ എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഭയങ്കരമായിട്ട് എന്താ പറയുക കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോവാണ് കേട്ടോ, ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. കുഞ്ഞമ്മ അവിടുന്ന് എപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കരയാതെ ചുമ്മാ കരയാതെ ഇനി കരയിച്ച് വിടല്ലേ, എനിക്ക് തന്നെ വിഷമം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞമ്മ കുറച്ച് വർഷമായിട്ട് പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇപ്പം മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരിക തിരിച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാ ചുമ്മാ ഇങ്ങനെ കരയുന്നത്, എന്നെ വിഷമിപ്പിക്കില്ലേ. അമ്മാമ്മ എവിടെ പോയി? അങ്ങോട്ട് കാലൂരേ പറ അമ്മാമ്മ എവിടെ പോയി? അമ്മ പോയാൻ ചെയ്ത് ചോദിക്കും യൂട്യൂബിനകത്ത്. പിന്നെ ഉള്ളിൽ പോയ ശേഷം ചെക്കിങ്ങും ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തേക്ക് വന്നാൽ നമുക്കൊന്നുകൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് താമസിക്കാതെ തന്നെ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നേ. ഐഷു ആണെങ്കിൽ എൻ്റെ കുപ്പിവളയിലാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കളറും. അപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കത്തില്ലേ, അപ്പോൾ അവളിങ്ങനെ എൻ്റെ കയ്യിലിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വന്നു ടാറ്റയൊക്കെ തന്നിട്ട് പറഞ്ഞു പൊയ്ക്കോളൂ, ഞാൻ ഉള്ളിൽ കയറി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ പുറത്തേക്ക് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും നമ്മളപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല നേരം വെളുത്തിട്ടുണ്ടായിരുന്നു, നല്ല വെട്ടം വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കാറിൽ കയറി അപ്പം നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞമ്മ പോകുന്നതിൻ്റെ സന്തോഷത്തിലും വിഷമത്തിലും സന്തോഷമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അതേ സങ്കടവും ഉണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസമൊന്നും നമ്മൾ ആരും ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഭയങ്കര തലവേദനയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്നല്ല എല്ലാവർക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല ചായക്കട കാണുന്നത്, കുഞ്ഞ് തട്ടുകട പോലത്തെ ചായക്കട കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറി ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോഴും നമ്മളെന്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ തിരിച്ച് പോകുമ്പോഴൊക്കെ മറ്റേ ആക്സിഡൻറ്റ് പറ്റിയ പുള്ളിക്കാരൻ്റെ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇക്കയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളാണെങ്കിൽ നന്ദനയാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചായക്കടയിൽ കയറിയപ്പോൾ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഇത് മറ്റേ ഗൂഗിളം ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സൈഡിൽ കാണുന്നൊരു ചായക്കടയാണ്. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റിൽ ചായ നമ്മൾ വീട്ടിൽ പോലും ഉണ്ടാക്കിയാൽ പോലും ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അടിപൊളി ചായ വെച്ചാൽ അടിപൊളി ചായ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ എടുത്തു പറയാൻ എനിക്ക് ആ ചായ കുടിച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ ആ ടേസ്റ്റ്. അപ്പോൾ അടിപൊളി ഒരു സീൻ കിട്ടി, അടിപൊളി ഒരു എന്താ പറയുക ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവം. അപ്പോൾ എനിക്ക് ഒറ്റ ട്രിപ്പേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചായയെല്ലാം കുടിച്ചു നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ.
നമ്മൾ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊറോട്ടയും കറിയാണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ നല്ല അടിപൊളി ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. എല്ലാവരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് അടിപൊളി ചായയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വരാറുണ്ട്, വന്നിട്ട് അതുപോലെ തിരിച്ച് പോകാറുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കലൊക്കെ കുറഞ്ഞ പാടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ. തലേദിവസം ഉറങ്ങാത്തത് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.